നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണനാണ്. ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 3 ആഴ്ചത്തോളം മാത്രമാണ് പ്രചരണത്തിനുള്ള സമയമുള്ളൂ. ഇപ്പോൾ LDF മുന്നണിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരുപടി മുന്നിൽ തന്നെയാണെന്ന് പറയാം പ്രചരണത്തിൽ. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ഇപ്രാവശ്യം LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ പ്രവർത്തനം തന്നെ വളരെ ആവേശപൂർവ്വം ആരംഭിച്ചു കഴിഞ്ഞു. അതിന് കാരണം പട്ടാമ്പിയിൽ 1500ഓളം കോടി രൂപയുടെ വികസനമാണ് ഇവിടെ 10 വർഷം കൊണ്ട് നടത്താനായത്. സത്യത്തിൽ ഇവിടെ സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കുന്ന MLA സഖാവ് മുഹമ്മദ് മുഹസിൻ പട്ടാമ്പിയിൽ വികസനം എത്തിച്ചു എന്ന് പറയുന്ന അർത്ഥമില്ല. പട്ടാമ്പിയെ പുതുക്കി പണിതു. ഒരു പുതിയ പട്ടാമ്പിയെ ഇവിടെ സൃഷ്ടിച്ചെടുത്തു. നാനാമേഖലയിലും ഏത് മേഖല പരിശോധിച്ചാലും ഇന്ന് വരെ കാണാത്ത രൂപത്തിൽ വലിയ വികസനമാണ് പട്ടാമ്പിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ വളരെ കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ വികസനവും മുഹമ്മദ് മുഹസിൻ MLA പട്ടാമ്പി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഘടകം. തീർച്ചയായും ഒരു നാടിന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവശ്യം നാടിൻ്റെ വികസനമാണ്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മുഹസിൻ MLA വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വരെ പട്ടാമ്പി ചരിത്രത്തിൽ കാണാത്ത അത്രയും വലിയ വികസനമാണ് നടന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ LDFന് പട്ടാമ്പിയിൽ അത്ര നല്ലൊരു സാഹചര്യമല്ല ഉണ്ടായിരുന്നു. LDFൻ്റെ കയ്യിലുണ്ടായിരുന്ന പല പഞ്ചായത്തുകളും UDF മുന്നണി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്രാവശ്യത്തെ ഈ ഇലക്ഷനെ എത്രത്തോളം ബാധിക്കുന്നു കരുതുന്നുണ്ട്? അതൊരിക്കലും ബാധിക്കില്ല. കേരളത്തിൽ ഓരോ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് വേറെ രൂപത്തിലും, അസംബ്ലിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റൊരു രൂപത്തിലാണ് ആളുകൾ കാണുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പരിശോധിച്ചാൽ തിരിച്ചടി വന്നിട്ടുണ്ട്. അത് പട്ടാമ്പിയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരിച്ചടി വന്നിട്ടുണ്ട്. അതിന് UDFൻ്റെ കള്ളപ്രചരണം ഏശിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ഞങ്ങൾ മുമ്പ് നേരിട്ട് കണ്ട് വിശദമായി സംസാരിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഫലമായിരിക്കില്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ കൂടുതലാണ്. വിജയപ്രതീക്ഷ, നല്ല വിജയം. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ CPMന് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലൊരു തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ G സുധാകരൻ പോലെയുള്ള, അല്ലെങ്കിൽ PK ശശി പോലുള്ള, ആയിഷ പോയിട്ട് പോലെയുള്ള പല മുതിർന്ന നേതാക്കളും, അതുപോലെ രാജേന്ദ്രനെ പോലുള്ള മുൻ MLA എല്ലാവരും ഒരു എതിർചേരിയിലേക്ക് കയറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വരുന്നൊരു തെരഞ്ഞെടുപ്പിൽ അത് LDFനെ എത്രത്തോളം ബാധിക്കുമെന്നാണ് കരുതുന്നത്? അങ്ങനെയൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുണ്ടെന്ന്. ഇതിപ്പോൾ UDFൻ്റെ സ്ഥിതി എന്താ? കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഇന്നലെ രാജിവെച്ച് പോയത്? ജോബ്, അതുപോലെ തന്നെ തൃശ്ശൂർ DCC വൈസ് പ്രസിഡന്റ് BJP ചേർന്നല്ലേ? ഈ ചാലക്കുടിയിൽ മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരനായ ആളല്ലേ LDFന് സ്ഥാനാർത്ഥി? അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പാർട്ടി പ്രവർത്തനം രംഗത്ത് മാറ്റി നിർത്തിയവരും പുറത്താക്കപ്പെട്ടവരും ഒക്കെ ആളുകൾ ചിലപ്പോൾ അപ്പുറത്ത് പോയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷേ KPCC സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നലെ രാജിവെച്ച് അപ്പുറം പോയത്. ഇപ്പോൾ PK ശശി ഇന്നിപ്പോൾ ഒറ്റപ്പാലത്ത് UDFൻ്റെ പിന്തുണയോടെ മത്സരിക്കും എന്നുള്ളൊരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രകാലം ഇപ്പോൾ പ്രേംകുമാർ കഴിഞ്ഞ് ഇപ്പോൾ സിറ്റിംഗ് MLA ആയിട്ടുള്ള പ്രേംകുമാറാണ് അവിടെ ഇപ്പോൾ നിലവിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ PK ശശിയുടെ ഒരു വരവ് പാലക്കാട് ജില്ലയിൽ ഈ പാർട്ടിയുടെ ഒരു വിജയത്തെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? PK ശശി ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ ഒന്നുമല്ല. അതൊക്കെ വെറുതെ ചിന്തയാണ്. ഒരിക്കലും ഒന്നും ഏശില്ല. ജനങ്ങൾക്ക് വികസനമാണ് പ്രശ്നം, നാടിൻ്റെ വികസനം. അത് നല്ല രൂപത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് നല്ല അനുകൂലമായ അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ മുഹസിൻ MLA കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇനിയിപ്പോൾ അവസാന അവസരമാണ്, അതിൽ ജയിച്ചു വരണമെന്ന ആഗ്രഹമുണ്ട്. പട്ടാമ്പിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്. ഇപ്പോൾ പകുതിയാക്കി വെച്ച പദ്ധതികളെല്ലാം പൂർത്തീകരിക്കണം. അപ്പോൾ ജനങ്ങൾ MLA സ്വീകരിച്ച് വീണ്ടും MLA ആക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും മുഹസിനല്ലാതെ മറ്റാരുണ്ട്? 1500 കോടി രൂപയുടെ വികസനം, പട്ടാമ്പിയെ പുതുക്കി പണിത MLA. അദ്ദേഹത്തിനാണെങ്കിൽ ധാരാളം സ്വപ്നങ്ങളും ഭാവനകളും ഉണ്ട്. 5 വർഷം കൂടി അദ്ദേഹം ഇവിടുത്തെ MLA വന്നാൽ വലിയ മാറ്റം പട്ടാമ്പിയിലുണ്ടാവും. ഇതൊക്കെ ജനങ്ങൾ നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മികച്ച വിജയം മുഹമ്മദ് മുഹസിൻ നേടും. ജനങ്ങൾ നന്നായിട്ട് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.